പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 63:8. എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലത്ത് കൈ എന്നെ താങ്ങി നിർത്തുന്നു. ആദ്യത്തെ സെൻറ്റൻസ് അണ്ടർലൈൻ ചെയ്യണം. എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. അച്ഛനെ കേൾക്കുന്ന, ഈശോയുടെ മുന്നിലായിരിക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോട് അച്ഛൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ആത്മാവ് ഈശോയുടെ ആത്മാവിനോട് ഒട്ടിച്ചേർന്ന് നിന്നിട്ടുണ്ട്. അതായത് എന്താ? ഈശോയെക്കുറിച്ച് ചിന്തിക്കാത്ത നിമിഷങ്ങൾ ജീവിതത്തിലില്ല. ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കാത്ത നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലില്ല. അതാണ് ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവോട് ഒട്ടിച്ചേർന്ന് നിൽക്കുക എന്ന് പറയുക. ഒരു സഹോദരി ഞാൻ അച്ഛനോട് പറയുമായിരുന്നു, അച്ഛാ, ഒരു 5 സെക്കൻഡിനുള്ളിൽ ഈശോയെപ്പറ്റി ചിന്തിക്കാതിരിക്കാൻ പറ്റത്തില്ല എന്നാണ്. അത്രമാത്രം ഈശോയെക്കുറിച്ച് ചിന്തിച്ച് ഈശോയിൽ നിറഞ്ഞ് ജീവിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഇന്ന് അച്ഛൻ ചോദിക്കുകയാണ്, ഇന്നത്തെ ദിനം എങ്ങനെയായിരുന്നു? ഈശോയെക്കുറിച്ച് എത്ര വട്ടം ചിന്തിച്ചു? ഈശോയുടെ സ്നേഹത്തിന് എത്ര വട്ടം നന്ദി പറഞ്ഞു? ഇന്ന് ചിന്തിച്ചേ. ഒന്നിനും നമ്മളെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റരുത്. നമ്മുടെ ആത്മാവ് എപ്പോഴും ഈശോയോട് ബന്ധിക്കപ്പെട്ടിരിക്കണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം നമ്മൾ 38-39 പൗലോസ് അപ്പോസ്തലൻ പറയൂലേ, എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒന്നിനും, ഒരു സഹനത്തിനും, ഒരു ദുഃഖത്തിനും, ഒരു ക്ലേശങ്ങൾക്കും, ഒരു കുരിശുകൾക്കും എന്നെ എൻ്റെ ദൈവത്തിൽ നിന്ന് അകറ്റാനായിട്ട് സാധിക്കത്തില്ല. കാരണം എന്താ? എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുക. ചിന്തിക്കണം, ഒട്ടിച്ചേർന്നാണ് നിൽക്കുന്നത്. സഹനം വന്നപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നിട്ടുണ്ടോ? നല്ലൊരു ഉറക്കം നിനക്ക് കിട്ടട്ടെ. കർത്താവിനോട് ഒട്ടിച്ചേർന്ന ആത്മാവായിട്ട് എൻ്റെ ആത്മാവും നിൻ്റെ ആത്മാവും രൂപാന്തരപ്പെടട്ടെ എന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം. ഈശോയെ, അങ്ങാണ് എൻ്റെ ആത്മാവിൻ്റെ ആനന്ദം. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.